ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലേക്ക് വിളിക്കുന്നവരുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അറിയിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, സകലമാന വിഷമങ്ങളും നീ പരിഹരിക്കണം അല്ലാഹ്. അതുപോലെ തന്നെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാതെ ഒരുപാട് പ്രയാസത്തിലായി ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ലഭിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് സമാധാനം എന്നത്. സമാധാനമില്ലാതെ അവന് സമ്പത്തുണ്ടായതുകൊണ്ടോ സമ്പാദ്യങ്ങളുണ്ടായതുകൊണ്ടോ മറ്റ് ഏത് രൂപത്തിലുള്ള നിഅമത്തുണ്ടായിട്ടും കാര്യമില്ല. ആ മനുഷ്യന് ജീവിതത്തിൽ സമാധാനം ലഭിക്കണം. സമാധാനം ലഭിച്ചാൽ മാത്രമാണ് അവന് നല്ല സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, നല്ല രൂപത്തിൽ കുടുംബബന്ധം പുലർത്താൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ ഇരുലോക ജീവിതവും സന്തോഷത്തിലാകാൻ ആ മനുഷ്യന് സമാധാനം നിർബന്ധമാണ്. സമാധാനം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ ഇബാദത്തുകൾ തടസ്സമായ ആളുകളുണ്ട്, കുടുംബജീവിതം തകർന്നുപോയ ആളുകളുണ്ട്, മക്കളോടും ഭാര്യമാരോടും സ്നേഹബന്ധം തകർന്നുപോയവരുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം ആസ്വദിക്കേണ്ടത്, അവൻ്റെ കുടുംബജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ടത് സമാധാനമാണ്. സമ്പത്തിൽ നിന്ന് അവന് സമാധാനം ലഭിക്കണം, സന്താനങ്ങളിൽ നിന്ന് അവന് സമാധാനം ലഭിക്കണം, കുടുംബത്തിൽ നിന്ന് അവന് സമാധാനം ലഭിക്കണം. ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിൽ നിന്ന് സമാധാനം ലഭിക്കണം, സന്തോഷം ലഭിക്കണം. ഭർത്താവിനാകട്ടെ ഭാര്യയിൽ നിന്ന് സന്തോഷവും സമാധാനവും ലഭിക്കണം. നമ്മൾ ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വച്ചു. ആ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ, സമ്പാദ്യങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ, ഒരുപാട് സ്വത്തുക്കൾ ഉള്ളതിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. എന്നാൽ സമ്പത്തിലും സന്താനങ്ങളിലും സകലമാന നിഅമത്തുകളിലും നമുക്ക് ലഭിക്കേണ്ടത് അത് സമാധാനം തന്നെയാണ്. ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ വേണ്ടി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഒരു മനുഷ്യൻ്റെ ഖൽബ് ഒരു അടക്കം ലഭിക്കണമെങ്കിൽ, ഒന്ന് തണുക്കണമെങ്കിൽ, ഒന്ന് സമാധാനം ലഭിക്കണമെങ്കിൽ അവൻ ചെയ്യേണ്ടത് ദിക്റാണ്, അവൻ ചൊല്ലേണ്ടത് ദിക്റാണ്. ദിക്റുകൾ ഒരുപാടുണ്ട് സമാധാനം ലഭിക്കാൻ വേണ്ടി. എന്നാൽ എൻ്റെ മജ്ലിസ് കാണുന്നവരിൽ ഭൂരിഭാഗം ആളുകളും അസ്മാഉൽ ഹുസ്ന പതിവാക്കുന്നവരാണ്. അസ്മാഉൽ ഹുസ്നയിലെ 8ാമത്തെ ഇസ്മാകുന്ന യാ മുഹൈമിനു യാ അല്ലാ എന്ന ഇസ്മിനെ 290 തവണ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കിക്കൊണ്ട് ചെല്ലുക. ജീവിതത്തിൽ വന്നുപോയ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ, ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് 290 തവണ എല്ലാ ദിവസവും പതിവാക്കുക. ഇശാ നിസ്കാരത്തിൻ്റെ ശേഷം വുളൂഓട് കൂടെ 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വരാനിരിക്കുന്ന സകലമാന വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.